പിന്നെ ഇത് ഈസ് ഇറ്റ് വർത്ത് ടു സ്റ്റഡി ആൻഡ് റൈറ്റ് ദ എക്സാം കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ OET എഴുതുന്ന ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇഫ് എനി വൺ ന്യൂ ഹിയർ, ഐ എം അനിത. Today I am going to talk with you regarding another topic. Is OET worth in studying right now? മീൻസ് ദിസ് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഇമിഗ്രേഷനിൽ ഇമിഗ്രേഷൻ പ്രോസസ്സിങ്ങിലൊക്കെ കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റൊക്കെ കുറഞ്ഞു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു OET എക്സാമൊക്കെ എഴുതി UK അയർലൻഡിലോട്ടൊക്കെ പോകുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതെങ്ങനെയാണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതിനെ പറ്റി ഉള്ളൊരു വീഡിയോ ആണിത്. ആദ്യം തന്നെ നമുക്ക് OET എന്താണെന്നുള്ളതിനെ പറ്റി പറയാം. OET എന്ന് അതിപ്പോൾ എല്ലാവർക്കും അറിയാം. OET ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇതെന്ന് പറയുമ്പം ഒരു ലാംഗ്വേജ് ബേസ്ഡ് ടെസ്റ്റ് മാത്രമല്ല, മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമാണിത്. അതായത് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം IELTS എന്ന് പറയുമ്പം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ്. പക്ഷേ OET അത് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറ്റൻഡ് ചെയ്യുക. അതായത് നഴ്സസ്, ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, ഡെൻറ്റിസ്റ്റ്, അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഇങ്ങനെ എല്ലാവർക്കും ഈ OET അറ്റൻഡ് ചെയ്യുക. പിന്നെ അതിൽ ഡിഫറെൻറ്റ് കൺട്രീസിലോട്ട് നമുക്ക് പോകുന്നതിന് വേണ്ടി ഇതിൻ്റെ സ്കോറ് എടുക്കാൻ പറ്റും. അപ്പം അതിന് ഡിഫറെൻറ്റ് കൺട്രീസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയയാണ് സ്കോറിങ്ങിൽ വരുന്നത്. ഇപ്പം UK അതിലോട്ട് പോകുന്നതിനാണെങ്കിൽ റൈറ്റിങ് C+ മതി, മിനിമം C+ ആൻഡ് അതർ മൊഡ്യൂളിന് B വേണം. അതായത് ഇപ്പം OET എന്ന് പറയുമ്പം ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ്, റീഡിങ്, ഈ 4 മോഡ്യൂൾസാണുള്ളത് അതിൽ പറഞ്ഞതുപോലെ. പിന്നെ മറ്റ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അയർലൻഡ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. പിന്നെ കാനഡയിൽ, പിന്നെ ഇപ്പം USA ഇത് വന്നിട്ടുണ്ട് OET അല്ല. പിന്നെ ഇത് ഈസ് ഇറ്റ് വർത്ത് ടു സ്റ്റഡി ആൻഡ് റൈറ്റ് ദ എക്സാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ്, നിങ്ങൾക്കിപ്പം ഏത് കൺട്രിയിലോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഗോൾ എന്താണോ അതനുസരിച്ച് അത്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് എഴുതാൻ പോകുന്നതിന് മുന്നേ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ്, വിസ റൂൾസ്, ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് OET എഴുതാനായിട്ട്. ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ OET എഴുതുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനായിട്ടുള്ളൊരു ഡീപ്പ് സ്റ്റഡി നടത്തുക. അതായത് ഇത് എഴുതിയിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ ഇപ്പം കുറേ ആൾക്കാർ OET എഴുതിയിട്ട് ഇപ്പം റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ എന്താ പറയുന്ന ഒരിടത്ത് തന്നെ ഇവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ എന്തൊക്കെയാകും എന്നതിനെ പറ്റിയൊരു റിസർച്ച് നടത്തി പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ OET എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് എഴുതുമ്പം തന്നെ ഒരു 35,000ഓളം ഒരു ടെസ്റ്റിനാകും. പിന്നെ അതിൻ്റെ കോച്ചിങ് എടുക്കുന്നതിന് ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം നമ്മൾ അതിന് മുന്നേ അതൊന്ന് ഇച്ചിരി നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് അത് വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം പിന്നെ IELTS അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ്, ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്, PTE, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നോക്കിയിട്ട് അതിലേക്ക് പോവുക. ഫോൺ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.